ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിലെ ഇമോഷൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യാം, എങ്ങനെ അത് ഫിക്സ് ചെയ്യാം. ഒരു സിമ്പിൾ ടെക്നിക്ക്, ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഒരു 95% ആൾക്കാർക്കും ഇമോഷൻസ് എങ്ങനെയാണ് ആക്ച്വലി ട്രാക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്കറിയാം ഇമോഷൻസ് കൊണ്ടാണ് എനിക്ക് നഷ്ടങ്ങൾ വരുന്നതെന്നും അല്ലെങ്കിൽ സ്ഥിരതയോടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തതെന്നും അറിയാം. പക്ഷേ തനിക്ക് വരുന്ന ഇമോഷൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്ന് ആക്ച്വലി അറിയില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് മന്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് എനിക്ക് ട്രേഡിങ്ങിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട്, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? അപ്പം ഞാൻ ചോദിച്ചു, നീ ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യാറുണ്ടോ? യെസ് ചേട്ടാ. അതിൽ ഞാൻ എൻ്റെ എടുത്തിരിക്കുന്ന എൻട്രി, എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി, എത്രയാണ് പ്രോഫിറ്റ് ആണ് ലോസ്, ഈ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, നെക്സ്റ്റ് നാളെ മുതൽ നിനക്ക് ഉണ്ടാകുന്ന ലൈവ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് കൂടി എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം ആ ഒരു ട്രേഡിംഗ് ജേർണലിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയ സമയത്ത് പുള്ളിക്കാരൻ അവൻ എഴുതിയിരിക്കുന്നത് ഡേ 1 എന്നൊക്കെ ഇട്ട് എഴുതിയിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന കാരണങ്ങൾ: ഒന്ന്, ഐ ഗെറ്റ് ആംഗ്രി, ദേഷ്യം വരുന്നു, അന്നത്തെ ദിവസം നഷ്ടമാണ്. ഫൈൻ. പിന്നെ വേറൊരു ദിവസം എഴുതിയിരിക്കുന്നത് ഓവർ ട്രേഡിങ് ചെയ്തു, അന്നത്തെ ദിവസം നഷ്ടം വന്നു. പിന്നെ ഒരു ദിവസം എഴുതിയിരിക്കുന്നു റിവഞ്ച് ട്രേഡിംഗ് വന്നു, അന്നത്തെ ദിവസം നഷ്ടം വന്നു. വേറൊരു ദിവസം എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലായിരുന്നു, പിന്നെ വീണ്ടും ഒരു ട്രേഡ് എടുത്തു, അത് നഷ്ടത്തിലോട്ട് വന്നു, പിന്നെ വീണ്ടും വലിയ നഷ്ടങ്ങളിലോട്ട് പോയി, അതും നഷ്ടത്തിലോട്ടാണ് വന്നത്. അപ്പോൾ നഷ്ടങ്ങൾ വന്ന സമയങ്ങളിൽ ഉണ്ടായ ഇമോഷൻസൊക്കെ പുള്ളി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് തന്നെയാണ് പല ആൾക്കാരും ചെയ്യാറുള്ളത്. ഓവർ ട്രേഡിംഗ് കൊണ്ട്, റിവഞ്ച് ട്രേഡിംഗ് കൊണ്ട്, ഞാനെടുത്ത എൻട്രികൾ ഫാൾസ് ബ്രേക്കൗട്ട് ഇതിലൊക്കെ എൻട്രി എടുത്തിട്ട് നഷ്ടങ്ങൾ വരുത്തി എന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയോ? ഈ കാര്യങ്ങൾ മതിയോ നമ്മുടെ ഇമോഷൻസിന് ട്രാക്ക് ചെയ്യാൻ? ഒരിക്കലും അല്ല. ഈ കാര്യങ്ങൾ പോരാ. ഈ പറയുന്ന ആംഗ്രി എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ എഴുതിയിരിക്കണം. എന്തുകൊണ്ടാണ് വന്നിരുന്നത്, എനിക്ക് ലൈവ് മാർക്കറ്റിൽ എന്തുകൊണ്ട് ഓവർ ട്രേഡ് ചെയ്തു, എന്തുകൊണ്ട് റിവഞ്ച് ട്രേഡ് ചെയ്തു, ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇമോഷൻസ് നമ്മൾ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ചുമ്മാ ഇമോഷൻസ് വരുമോ? ഇല്ല. അത് എന്തെങ്കിലും ചെറിയൊരു ട്രിഗർ നമുക്ക് തരുന്നതുകൊണ്ടാണ് ഇമോഷൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മാർക്കറ്റിലോട്ട് വന്നു, പെട്ടെന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്ന സമയത്ത് മാർക്കറ്റിൽ, അതായത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് ട്രിഗർ ചെയ്യും. അയ്യോ, ഇത് വലിയ ഗ്രീൻ ക്യാൻഡിലാണല്ലോ, എങ്കിൽ ഓടിക്കയറി എൻട്രി എടുക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിഗറാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. റൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത്, ആദ്യം നമ്മുടെ ട്രിഗർ എന്താണ്, നമുക്ക് ലൈവ് മാർക്കറ്റിൽ തരുന്ന ട്രിഗർ, ഇമോഷൻസ് ട്രിഗർ, അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തത് SL ഹിറ്റ്. ഇതൊരു ഇമോഷണൽ ട്രിഗറാണ് അല്ലേ? നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നോർമലായിരിക്കും നമ്മൾ, അല്ല, ചെറിയ രീതിയിലുള്ള സങ്കടങ്ങൾ വരും, ഡെഫിനറ്റ്ലി അല്ലേ? ശരിയാണ്, ഇതൊരു ഇമോഷണൽ ട്രിഗറാണ്. പിന്നെ വേറെ നമുക്ക് പറയുവാണെങ്കിൽ മിസ്ഡ് ബ്രേക്ക്ഔട്ട്. നമ്മൾ രാവിലെ മാർക്കറ്റിൽ ഈ പറയുന്ന ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവലൊക്കെ മാർക്ക് ചെയ്തു, പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രേക്ക്ഔട്ട് നടത്തി, വളരെ വലിയൊരു ഗ്രീൻ ക്യാൻഡിലൊക്കെ ഫോർമേഷൻ നടത്തി. ഇത് ഇമോഷണൽ ട്രിഗർ അല്ലേ? അതെ, ഡെഫിനറ്റ്ലി ഇമോഷണൽ ട്രിഗർ. ഞാനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏത് ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ചെറിയ ഇമോഷൻസ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബിഗ് ക്യാൻഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ ട്രിഗർ വരും. വളരെ വലിയൊരു ശക്തമായിട്ടുള്ളൊരു ക്യാൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇമോഷണൽ ട്രിഗർ നമുക്ക് എന്തായാലും വരും അല്ലേ? ഇനി 2 കണ്ടിന്യൂസ് ആയിട്ടുള്ള നഷ്ടങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് അല്ലേ? നമുക്ക് പറയാം, ഒരു രണ്ട് കണ്ടിന്യൂസ് ലോസ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഇമോഷൻസ് വരും, കണ്ടിന്യൂസ് ലോസ് വരുന്ന സമയത്ത്. ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് ട്രിഗറുണ്ട്. ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻസ് ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുക. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ലൈവ് മാർക്കറ്റിൽ വരുന്ന ഇമോഷൻസിൻ്റെ ലിസ്റ്റ് അങ്ങ് എഴുതി വെച്ചേക്കും, ഒരു നീണ്ട ലിസ്റ്റ് അങ്ങ് എഴുതിക്കും. ഓക്കെ,
ഇനി ഇത് ട്രിഗർ, ഇതാണ് ട്രിഗർ. ഇനി ഈ ട്രിഗർ വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ മൈൻഡ് റിയാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ, അതുകൂടി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ, സ്റ്റോപ്പ് ലോസ്, ഞാനൊരു ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ചെറിയൊരു സങ്കടം വരും, പക്ഷേ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് 1-2 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് റിക്കവർ ചെയ്യണം. ഐ മസ്റ്റ് റിക്കവർ. ഒരു 90% റീറ്റെയിൽ ട്രേഡേഴ്സും ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാനാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയായിരുന്നു. ലോസ് വന്ന ഉടനെ തന്നെ റിക്കവർ ചെയ്യണം എന്ന രീതിയിൽ. റൈറ്റ്. ഇനി ഒരു മിസ്ഡ് ബ്രേക്ക് ആണ് നടക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്? ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന റിയാക്ഷൻ എന്താണ്? ഐ കാൺട്ട് മിസ് ദിസ്. ഇത് മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലൂസറാണ്, ഞാനൊരു ഫെയിലർ ആണെന്ന രീതിയിലുള്ള ചിന്തകൾ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിലോട്ട് വരും, അല്ലേ? ഇനിയൊരു ബിഗ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തും, വലിയൊരു ക്യാൻഡിൽ, ബിഗ് ക്യാൻഡിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന സിറ്റുവേഷൻസ് എന്തായാലും, ഓ ഇത് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് പോകും, അല്ലേ? ദിസ് വിൽ കീപ്പ് റണ്ണിങ്. സോ നമ്മളുടെ മൈൻഡിലോട്ട് വരുന്നതൊക്കെ ഇത് മുകളിലോട്ട് പോകും, കീപ്പ് റണ്ണിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. കീപ്പ് ഗോയിങ് അപ്പ്, കീപ്പ് റണ്ണിങ്. ഈ തോട്ട് പ്രോസസ്സ് വരും, അല്ലേ? വലിയ ക്യാൻഡിൽ, ഓ ഇനി ഇതിപ്പോൾ കണ്ടിന്യൂസ് മാർക്കറ്റ് ഇനി ശക്തമായിട്ട് അപ്സൈഡിലോട്ട് പോകുകയാണ്. റെഡ് ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ മൈൻഡിലോട്ട് വരും, ഓ ഇനി ഈ മാർക്കറ്റ് തകർന്നു, ഇന്നൊരു 10% മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള തോട്ട് പ്രോസസ്സാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. ഇനി 2 കണ്ടിന്യൂസ് നഷ്ടങ്ങൾ വരുന്ന സമയത്ത് എന്താണ്? ഓക്കെ, ഇന്നത്തെ ദിവസം ബാഡാണ്, അല്ലെങ്കിൽ ഞാനൊരു മോശം ട്രേഡറാണ്, അല്ലേ? ഗോയിങ് ടു ബാഡ്, ടുഡേ ഈസ് ഗോയിങ് ടു ബാഡ് എന്ന് എഴുതാം. ടുഡേ ഗോയിങ് ടു ബാഡ് ഡേ. ഈ രീതിയിലുള്ള നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ട്രിഗർ കഴിഞ്ഞിട്ട് നിങ്ങളോട് മൈൻഡിലോട്ട് വരുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അത് ഇപ്പം പല ആൾക്കാർക്കും പല ഇമോഷൻസ് ആയിരിക്കും, പക്ഷെ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയുന്ന കാര്യം. ട്രിഗർ കഴിഞ്ഞ് മൈൻഡ് റിയാക്ഷൻ. ഇനി ഈ ഒരു റിയാക്ഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ എന്താണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആക്ഷൻ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് ട്രേഡ്, എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് സ്ട്രെസ്സിൽ ഹിറ്റ് ചെയ്തു, എൻ്റെ മനസ്സിലോട്ട് വന്ന റിയാക്ഷൻ ഐ മസ്റ്റ് റിക്കവർ. നെക്സ്റ്റ് ഞാൻ എന്തായിരിക്കും ചെയ്യുക? പെട്ടെന്ന് റിക്കവർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ഒരു കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്യും. ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്യും, ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്യും. അല്ലാതെ അല്ലെങ്കിൽ ചില ആൾക്കാർ റാൻഡം എൻട്രികളൊക്കെ ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻ എഴുതിയെടുത്തു. മെയിനായിട്ട് എൻ്റെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2019 ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരു ലോസ് വരുവാണെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് അത് റിക്കവർ ചെയ്യുന്ന രീതിയിൽ ഡബിൾ ക്വാണ്ടിറ്റിയോ ട്രിപ്പിൾ ക്വാണ്ടിറ്റിയോ എടുത്തിട്ട് ട്രേഡ് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യുന്ന ആക്ഷൻ. ഇനി ഒരു മിസ്ഡ് ബ്രേക്ക് ഔട്ട്, ഐ കാൺ മിസ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചേസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ലേറ്റ് എൻട്രി ആയിരിക്കും. ചേസ് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള എൻട്രികൾ നമ്മളവിടെ എടുക്കും. ഇതാണ് ആക്ഷൻ. അത് പെട്ടെന്ന് ചിലപ്പോൾ വീണ്ടും ലോസിലോട്ട് പോകും. ഓക്കെ, ഇനി ഒരു ബിഗ് ക്യാൻഡിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ബൈ എ ടോപ്പ്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു വിചാരിക്കും, അപ്പോൾ നമ്മൾ ബൈ അറ്റ് ടോപ്പ്, ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് ബൈ ചെയ്യും. ഇതാണ് നമ്മുടെ ആക്ഷൻ. ഓക്കെ, ഇനി 2 കണ്ടിന്യൂസ് നഷ്ടം വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് റിയാക്ഷൻ ഇന്നത്തെ ദിവസവും നഷ്ടം വരാനുള്ള സാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നഷ്ടം വന്നു, 2 ദിവസം വന്നു, ഇന്ന് എൻ്റെ ട്രേഡിങ് കരിയർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരും. അപ്പം നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യും? എന്ത്? റിവഞ്ച്, പ്രതികാരം. റൈറ്റ്, റിവഞ്ച് സ്റ്റാർട്ട് ചെയ്യും. റിവഞ്ച് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും അറിയാം, റിവഞ്ച് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ, ശരിയല്ല? ഇതാണ് ഞാൻ ചെയ്യുന്ന ആക്ഷൻ. നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ ചെയ്യുന്ന ആക്ഷൻ. നിങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കാം. ഇനി ഈ ഒരു ആക്ഷൻ ചെയ്യാനുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു റൂട്ട് ബിലീഫ്, നിങ്ങളുടെ വിശ്വാസം എന്താണ്? അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് നഷ്ടം വന്നു, അത് റിക്കവർ ചെയ്യണം. റിക്കവർ ചെയ്യാൻ വേണ്ടി ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്തു. ഈ കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് എന്നുള്ളത് അക്സെപ്റ്റബിൾ ആണ്. ലോസ് എനിക്ക് വേണ്ട, ഒരു നല്ലൊരു ട്രേഡർ ലോസ് ബുക്ക് ചെയ്യില്ല എന്ന രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങൾ ആക്ച്വലി പ്രശ്നത്തിലാക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും അതിൻ്റെ ഒരു റൂട്ട് പ്രോബ്ലം എന്ന് പറയുന്നത്?
ലൂസ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് പറയുകയാണ്, ലൂസ് എന്ന് പറയുന്നത് ഒരു നല്ല ട്രേഡ്, ഒരു ലൂസ് അല്ലെങ്കിൽ ഒരു ബാഡ് ട്രേഡറിൻ്റെ കാര്യമാണ്. ലൂസിങ് എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടം വരുന്ന ആൾക്കാർ ബാഡ് ട്രേഡർ ആണ്, അല്ലെങ്കിൽ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള ചിന്തകൾ വരുന്നതുകൊണ്ടാണ്. റൈറ്റ്. ദെൻ രണ്ടാമത്തെ നമ്മൾ മിസ്ഡ് ബ്രേക്ക് ഔട്ട്. ഇതിനുള്ളൊരു വിശ്വാസം എന്താണ്, എന്തായിരിക്കും നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നോർമലി അതിൻ്റെ ഒരു വിശ്വാസം അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. മിസ്സിങ്, അതായത് നമ്മുടെ ബ്രേക്ക് ഔട്ടിലേക്ക് വലിയ മൂവ്മെൻറ്റ് മിസ് ചെയ്യുന്നത് ഒരു പെയിൻഫുൾ ആക്റ്റാണ്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്, ഒരു ബ്രെയിൻ കിട്ടുന്നത് ഇതൊരു പെയിനാണ്, അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ആക്ഷൻ, ആ ഒരു പെയിൻ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചേസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ബ്രേക്ക് ഔട്ട് മൂവുകളൊക്കെ. റൈറ്റ്. ഇനി ബിഗ് ക്യാൻഡിൽ വരുന്ന സമയത്ത് നമ്മുടെ ബിലീഫ് എന്താണ്, അതായത് വളരെ വലിയൊരു ശക്തമായിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ വരുന്ന സമയത്ത് നമ്മുടെ ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും താഴോട്ട് വരില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ ബിലീഫ്. ഇതിപ്പോൾ എൻ്റെ കാര്യമാണ് പറയുന്നത്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. നിങ്ങളുടെ കാര്യം വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാനൊരു ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ബിഗ് മൂവ്സ് അല്ലേ, ബിഗ് മൂവ്സ് വോണ്ട് റിട്രേസ്, അതായത് തിരിച്ച് താഴോട്ട് വരുമോ, റിട്രേസ്മെൻറ്റ് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ കൊണ്ട് ബൈ ചെയ്യുന്നത്. കാരണം നമ്മൾ മുൻപ് അങ്ങനെ ഒന്നോ രണ്ടോ റയറായിട്ട് സിറ്റുവേഷൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് വന്നു. ഓക്കെ, വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് വരില്ല, അത് മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റാണ്, മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. റൈറ്റ്. ഇനി 2 കണ്ടിന്യൂസ് നഷ്ടങ്ങൾ വരുന്ന സിറ്റുവേഷൻസിൽ, റൈറ്റ്, നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. അതായത് ഇന്നത്തെ ദിവസം റെഡിൽ എൻഡ് ചെയ്യില്ല, എനിക്ക് ഇന്ന് എന്തായാലും ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ഒരു ഗ്രീനിൽ എൻഡ് ചെയ്യിക്കണം എന്ന രീതിയിലാണ് നമ്മുടെ ഒരു വിശ്വാസം വന്നിരിക്കുന്നത്. ഗ്രീനിലാണെങ്കിൽ ഫൈൻ, ഞാൻ ഓക്കെ ആകും എന്നുള്ള ചിന്തകളുണ്ടാവും അല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ ഒരു റൂട്ട് ബിലീഫ്. ഇത് വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് എടുക്കണം എന്ന രീതിയിൽ ചെയ്തുകൊണ്ടാണ് 2 നഷ്ടങ്ങൾ വന്നതിന് ശേഷം വീണ്ടും ട്രേഡുകൾ ചെയ്ത് ചെറിയ രീതിയിൽ ഗ്രീൻ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു ബാഡ് ട്രേഡർ ആകും എന്ന രീതിയിലുള്ള ചിന്തകൾ കൊണ്ടാണ് നമ്മൾ വീണ്ടും ട്രേഡുകൾ ഡബിൾ സൈസിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എക്സെട്ര എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിലീഫ് ഉണ്ടല്ലോ, ഈ ഒരു ബിലീഫിനെ മാറ്റിയിട്ട് ആക്ച്വലി ഒരു പ്രോബബിലിറ്റി തിങ്കിങ് കൊണ്ടുവരാം. അതായത് ഒരു ലോജിക്കൽ ആയിട്ട് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുക. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ലോജിക്കലായിട്ട് നമുക്ക് ഇതിനെ തിങ്ക് ചെയ്യാം. അതായത് ഈ ഒരു ബിലീഫ് ആക്ച്വലി റോങ് ആണ്, ഇതിന് പകരമായിട്ട് നമ്മൾ ലോജിക്കലായിട്ടുള്ള തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഒരു ലോസ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദി ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ എടുക്കുക. ലോസ് ഈസ് ദ പാർട്ട്. ഫൈൻ. ഇത് എല്ലാവരും പറയുന്നതാണ് ലോസ് ഈസ് എ പാർട്ട്, പക്ഷേ ആക്ച്വലി അത് നമ്മുടെ മൈൻഡിലോട്ട് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ പറയുന്ന ഡ്രൈവിങ് നമ്മൾ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എവിടെയാണ് ബ്രേക്ക് അമർത്തേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ക്ലച്ച് ഗിയർ മാറ്റേണ്ടത്, ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഒരു പേടിയുണ്ടാവും. പക്ഷേ നമ്മളിത് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മളറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. നമ്മളൊരു ട്രാഫിക്കിൽ പെട്ടെന്ന് ബ്രേക്ക് അമർത്തുമ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിട്ടാണ്. അതൊരു തോട്ട് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം പോലെയാണ്, തന്നെ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ലോജിക്കലി തിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്യും. ലോസ് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദി ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു പെയിൻ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ, അതായത് ഈ ഒരു മിക്സഡ് ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ഓൾറെഡി ഇതിനൊരു ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഗിവ് എൻലെസ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് മിസ് ചെയ്തതുകൊണ്ട് എൻ്റെ സിസ്റ്റമോ എന്നെയോ യാതൊരു രീതിയിലും ബാധിക്കില്ല എന്ന രീതിയിലുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് അവിടെ റീപ്ലേസ് ചെയ്യാം. റൈറ്റ്, ലോജിക്കൽ തിങ്കിങ് നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് ഈ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ലോജിക്കൽ തിങ്കിങ്, അതായത് വലിയൊരു ക്യാൻഡിൽ വന്നു,
വളരെ ശക്തമായിട്ടുള്ള ക്യാൻഡിൽ വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മാർക്കറ്റ് ഇനി താഴോട്ട് വരില്ല, ഓടിക്കയറി എൻട്രി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് കൊടുക്കാം. എന്താണ്? വെയിറ്റ് ഫോർ കൺഫർമേഷൻ, വെയിറ്റ് ഫോർ കൺഫർമേഷൻസ് അല്ലേ? ഇതൊരു ലോജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, ലോജിക്കൽ തിങ്കിങ് ആണ്. അത് ഓടിക്കയറി നമ്മൾ ബൈ എൻട്രി എടുക്കേണ്ട, ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതൊരു എക്സൈറ്റ്മെൻറ്റ് ഗെയിമൊന്നുമല്ല. നമുക്ക് അവിടെ ഓടിക്കയറി എന്താണ് എക്സൈറ്റ്മെൻറ്റ് ആവശ്യമില്ല. നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി 2 കണ്ടിന്യൂസ് ലോസ് ആണ് നമുക്ക് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്? അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 2 ലോസ് നമുക്ക് ഓക്കെയാണ്, ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളുടെ ബിലീഫ് എന്താണോ നമ്മളുടെ ബിലീഫ്, അതിന് ഒരു ലോജിക്കലായിട്ടുള്ള കാര്യം റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള നിങ്ങളുടെ ട്രിഗേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പല ട്രിഗേഴ്സ് ആയിരിക്കും, പല ട്രിഗേഴ്സ് ആയിരിക്കും. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് എന്താണ് വിന്നിങ് സ്ട്രീക്ക് ഒരു ട്രിഗറാണ്. വിന്നിങ് സ്ട്രീക്ക്, അതായത് കണ്ടിന്യൂസ്ലി 7-8 പ്രോഫിറ്റ് വരുന്ന സമയത്ത്, എനിക്ക് ഇപ്പം റീസെൻ്റ്ലി എനിക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വരുന്ന സമയത്ത് പെട്ടെന്നൊരു ലോസ് വരുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അതൊരു ട്രിഗറാണ്, ഇമോഷണൽ. അതായത് കണ്ടിന്യൂസ്ലി ഒരു 4-5-6 ട്രേഡ് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വന്ന് നെക്സ്റ്റ് ഡേ ലോസ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് റിയാക്ഷൻ ചെയ്യുന്നത്, പെട്ടെന്ന് റിയാക്ട് ചെയ്യും നമ്മുടെ മൈൻഡ്. ഇത് നമ്മൾ ഒരു ലോസിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രോഫിറ്റ് തന്നെ വേണം. അപ്പോൾ അത് ചിലപ്പോൾ ലീഡ് ചെയ്യുന്നത് വീണ്ടും അതൊരു ആക്ഷൻ ലീഡ് ചെയ്യും, വീണ്ടും റിവഞ്ച് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ലോസ് റിക്കവർ ചെയ്യാനോ രീതിയിലുള്ള കാര്യങ്ങളോട്ട് ലീഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചില സ്ട്രെസ്സുകൾ ഉണ്ടാവാറുണ്ട്, അതായത് പേഴ്സണൽ സ്ട്രെസ്സ്, ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ പല ആൾക്കാരുണ്ട്. ഈ ഒരു ഇഷ്യൂസ് കൊണ്ട് നമ്മുടെ മൈൻഡ് റിയാക്ഷൻ ചിലപ്പം ട്രേഡിങ്ങിലോട്ട് പോകും. ട്രേഡിങ്ങിൽ ഒരു ആശ്വാസം കണ്ടിരുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ഒരു അഡിക്ഷൻ പോലെ. ചുമ്മാ റാൻഡം ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരുണ്ട്, റൈറ്റ്? അതും ഒരു ഇഷ്യൂസാണ്. അങ്ങനെ പല ട്രിഗേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ട്രിഗർ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ആ ഒരു ട്രിഗർ വരുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ എന്ത് റിയാക്ഷനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ചെയ്താൽ മതി. ലൈവ് മാർക്കറ്റിൽ ജസ്റ്റ് ഒരു ഡയറിയിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എൻഡ് ഓഫ് ദ ഡേ ചെയ്തിരിക്കണം. ട്രേഡിങ്ങിൽ എൻഡ് ഓഫ് ദ ഡേ ട്രേഡ് ചെയ്തിരിക്കണം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുന്ന സമയത്ത് മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ചെയ്തിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും, നിങ്ങൾ ലോജിക്കൽ തിങ്കിങ്ങിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്ലോലി അല്ല ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നല്ല പറയുന്നത്, സ്ലോലി നിങ്ങൾ ഒരു ബിസിനസ് മാനെ പോലെ, ആക്ച്വലി ഒരു ട്രേഡറിനെ പോലെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇമോഷൻസ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു 1 month 2 month ഒക്കെ എടുക്കായിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരു ദിവസം പ്രോഫിറ്റ് എടുത്തു എന്ന് വിചാരിക്കാം, ഒരു 20,000 പ്രോഫിറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾക്ക് യാതൊരു ഇമോഷൻസ് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഡൺ, 25,000 ഞാൻ എക്സിക്യൂട്ട് ചെയ്തു, പ്രോഫിറ്റ് വന്നു. അവിടെ യാതൊരു സന്തോഷവും ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു ദിവസം നിങ്ങൾക്കൊരു -15,000 രൂപ നിങ്ങൾക്ക് നഷ്ടം വന്നു എന്ന് വിചാരിക്കാം. അവിടെയും നിങ്ങൾ കൂളായിരിക്കും. ലോസ് വന്നു, ഫൈൻ, അക്സെപ്റ്റ് ചെയ്തു. എനിക്കറിയാം ഇത് എന്നെ യാതൊരു രീതിയിലും ബാധിക്കില്ല. ലോങ് റണ്ണിൽ ഞാൻ എന്തായാലും പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ എൻ്റെ എഡ്ജ് എന്തായാലും വർക്ക് ചെയ്യും. ഈ രീതിയിലായിരിക്കും ചിന്തിക്കാം. ഒരിക്കലും ഓവർ ട്രേഡ് ചെയ്യില്ല. ഇതൊരിക്കലും റിക്കവർ ചെയ്യണം എന്ന രീതിയിൽ വീണ്ടും ട്രേഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ട്രിഗേഴ്സിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ചെയ്യില്ല. അറിയാതെ തന്നെ നിങ്ങളത് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ നിൽക്കുക. പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും നിങ്ങൾ ഒരേ ഇതിലാണ് നിൽക്കുക. പിന്നെ ചെറിയ ഇമോഷൻസ് വന്നാൽ പോലും അത് നിങ്ങൾ ട്രിഗർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബ്രെയിൻ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇമോഷൻസ് നമ്മൾ ട്രാക്ക് ചെയ്യണം. ചുമ്മാ ഇന്നത്തെ ഞാൻ ഓവർ ട്രേഡ് ചെയ്തു, ഇന്ന് റിവഞ്ച് ട്രേഡ് ചെയ്തു എന്നതിന് പകരം ഞാൻ ഈ പറയുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻസ് ട്രാക്ക് ചെയ്യാനും അത് ഫിക്സ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ ഒരു ഫിക്സ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പല ആൾക്കാർക്കും പല മെത്തേഡുകൾ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം, നിങ്ങൾ ഈ പറയുന്ന സ്ട്രാറ്റജികൾ വീഡിയോസ് കാണുന്നതിന് പകരം, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വീഡിയോസ് കാണുന്നതിന് പകരം, സെറ്റപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോഴും ലേറ്റ് ഒന്നുമല്ല. ഇറ്റ് മേ ടേക്ക് ഒരു 1 മന്ത്, അപ്രോക്സിമേറ്റ്ലി ഒരു 1 മന്തൊക്കെ എടുക്കും ഇമോഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്കറിയാം ട്രേഡിങ് ഒരു ദിവസം, നാളെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗർ ആയിരിക്കും വരുന്നത്. അങ്ങനെ ആയിരിക്കില്ല മറ്റന്നാൾ ഉണ്ടാകുക. പല ട്രിഗേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ട്രേഡിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളറിയാതെ തന്നെ മാറ്റങ്ങൾ വരും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ യാതൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഒരു ബോറിംഗ് ആയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരും. ആ ഒരു സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ അറിയാതെ തന്നെ മാറും. ഓക്കെ, സോ ഇത് എൻ്റെ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ ട്രിഗേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ചെറിയൊരു ഡയറി, ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ബിസിനസ്സാണ്. ചെറിയൊരു ഡയറിയിൽ നോട്ട് ചെയ്ത്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും